ഗ്യാസ് ഇല്ല. ഇന്നിപ്പോൾ നിലവിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇന്നിപ്പം വല്ലപ്പോഴും ഒക്കെ ഒരു 3000 രൂപയൊക്കെ 3500 രൂപ കൊടുക്കുമ്പോൾ ഓരോന്ന് കിട്ടും. മെഡിക്കൽ കോളേജിന്റെ മുൻവശമാണ്, സ്വാഭാവികമായിട്ടും വലിയ തിരക്കുണ്ടാവേണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ കനത്ത തിരക്ക് ഈ ഹോട്ടലുണ്ട്. എന്തുകൊണ്ട് അടയ്ക്കാൻ എന്താ? അടയ്ക്കാതെ ഇന്ന് ഇത് ഞങ്ങൾ നേരത്തെ ഇതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ അറിയാതെ വന്നപ്പോൾ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് കോവത്തപ്പരുവായി. അപ്പം ഞങ്ങൾ അത് കൊടുത്ത് തീർന്നുള്ള ഞങ്ങൾ അടയ്ക്കാൻ പോവുകയാണ്. ഇപ്പം ഈ രോഗികൾക്കൊക്കെ വലിയ ആശ്വാസമായി. ആശ്വാസമല്ല, രോഗികൾക്ക് ഒന്നും കിട്ടൂല ഇന്ന് ആശ്വാസം. കൂട്ടിരിപ്പുകാർക്കൊരു ആശ്വാസമായി. എന്താണ് കൂട്ടിരിപ്പുകാർക്ക് എന്തിനാണ് ആശ്വാസം? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാമല്ലോ. ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇപ്പോൾ അടയ്ക്കുമല്ലോ ഞങ്ങൾ. ഞങ്ങളിപ്പോൾ അടയ്ക്കും. ഞങ്ങൾ അരിയൊന്നും വെള്ളത്തിലിട്ടില്ലെങ്കിൽ അടയ്ക്കില്ലായിരുന്നു. അതൊക്കെ മാവൊക്കെ ആക്കിയുകൊണ്ട് അതിനെ കൊടുത്ത് തീർത്തിട്ട് അടയ്ക്കും. ബുദ്ധിമുട്ട് തുടരുന്നുണ്ട്. കാരണം പല ഹോട്ടലുകളുമൊക്കെ ഏറെക്കുറെ അടച്ചു. പക്ഷേ ഇവിടെ ഇപ്പോൾ അടയ്ക്കാത്തതിൻ്റെ കാരണം പറഞ്ഞു, മുൻകൂട്ടി അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. അരിമാവൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്നൊരു ദിവസം തുറക്കേണ്ടതിൻ്റെ സാഹചര്യം വന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ആ കടയിൽ വലിയ തിരക്ക് നേരിടുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ പ്രദേശത്ത് ഒരുപാട് കടകളുണ്ട്. ഒരിടത്ത് മാത്രമായിട്ട് അത്രത്തോളം ആളുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശമല്ല. എന്തായാലും വലിയ ബുദ്ധിമുട്ട് ഈ പ്രദേശത്തുള്ളവർക്കുണ്ട്. ചേട്ടാ, ഗ്യാസിൻ്റെ വില 993 രൂപയായിട്ട് മാറിയിരിക്കുക. അപ്പം ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് വന്നതാണ്. അപ്പം ബുദ്ധിമുട്ടുണ്ടോ? ഞാനിവിടുത്തെ സ്റ്റാഫാണ്. ബുദ്ധിമുട്ട് കൃത്യമായിട്ട് അറിയാമല്ലോ. തീർച്ചയായിട്ടും രോഗികളുടെ അവസ്ഥ വലിയ ദയനീയമാണ്. അപ്പോൾ നിലവിൽ ഞാൻ നോക്കിയിട്ട് 1-2 കടകൾ മാത്രമേ ഉള്ളൂ. 1-2 കടകളില്ല. അതിപ്പോൾ എല്ലാവരും അടയ്ക്കും. ഇപ്പോൾ അടയ്ക്കും, എല്ലാവരും അടയ്ക്കും. അല്പസമയത്തേക്ക് മാത്രം തുറന്ന കടകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോഴാണ് അറിയുന്നത് ഈ കടകൾ കുറച്ചു നേരത്തേക്ക് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളത് കാര്യം. ചില ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് മുൻകൂട്ടിയായിട്ട്. പക്ഷേ ആ ഹോട്ടലുകളൊക്കെ അടഞ്ഞു തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് തിരുവനന്തപുരം നഗരം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഫുഡ് ഡെലിവറി ഇല്ല. മാത്രമല്ല മെഡിക്കൽ കോളേജും മറ്റനുബന്ധ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇന്ന് ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും.